നമസ്കാരം. ചെറുമീനുകൾ നമ്മൾക്ക് പൊതുവെ ഇഷ്ടമാണ്. നമ്മൾ പല രീതിയിലും വറക്കാറുണ്ട്. എന്നാൽ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു രീതിയിലാണ് വറക്കുന്നത്. പ്രധാനമായിട്ടും ഈ കാണുന്നത് പോലെ കൊഴുവ, വേളൂരി പോലെയുള്ള മീനുകളെല്ലാം തന്നെ വീണ്ടും പകുതിയാക്കും. അതിൽ 2 ഗുണങ്ങളുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ചെറുമീനുകളൊക്കെ വറക്കുമ്പോൾ ഒരുപാട് മസാലയും പൊടികളുടെ ഒന്നും ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, ധാരാളം കാശ്മീരി ചില്ലി, കൂടാതെ നല്ല ഒന്നാന്തരം മഞ്ഞൾപ്പൊടി. ഒന്നാന്തരം എന്ന് പറയാൻ കാര്യം ഞാൻ തന്നെ വീട്ടിൽ ഒരു 6 സ്ക്വയർ ഫീറ്റിൽ മഞ്ഞൾ നട്ട് അതിൽ നിന്നും ഏകദേശം 10 കിലോ പച്ചമഞ്ഞൾ കിട്ടുന്നു. അത് ഉണക്കി പൊടിച്ചു വരുമ്പോഴേക്കും 3/4 കിലോ അല്ലെങ്കിൽ 800 ഗ്രാം ഓർഗാനിക് നല്ല ഒന്നാന്തരം മഞ്ഞൾപ്പൊടി കിട്ടുന്നു. ഒരു വർഷത്തേക്ക് ധാരാളം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം മിനിമം അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക. അതിനുശേഷം വറക്കാനുള്ള ചട്ടി റെഡിയായി എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ആട്ട അല്ലെങ്കിൽ മൈദ വിതരണം. ഡ്രൈ ആട്ട അല്ലെങ്കിൽ ഡ്രൈ മൈദ. ഇതൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് വീണ്ടും നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ വറക്കാൻ തുടങ്ങുക. ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ കുറേ അധികം മസാലകൾ ചേർത്ത് അല്ലെങ്കിൽ പൊടികൾ ചേർത്ത് മീൻ വറക്കുമ്പോൾ ആ പൊടികളെല്ലാം തന്നെ എണ്ണയിലേക്ക് വീഴുകയാണ് പതിവ്. മീനിൽ പിടിച്ചിരിക്കുന്നത് വളരെ കുറവ്. എന്നാൽ ഇങ്ങനെ ഒരു ചെറിയ ഡ്രൈ കോട്ടിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുന്ന മസാലകളും പൊടികളും ഒന്നും തന്നെ അതിൽ നിന്ന് എണ്ണയിലേക്ക് വീഴുന്നില്ല. മസാലകളുടെ നല്ല സ്വാദോടുകൂടി മീൻ ആസ്വദിച്ച് കഴിക്കാനും പറ്റും. പൊതുവെ പലരും ചെയ്ത് കണ്ടിട്ടില്ലാത്തൊരു പരിപാടി ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. മീൻ വറുത്ത് പ്ലേറ്റിംഗ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി ഫ്രഷ് പെപ്പർ, അതായത് പെപ്പർ മില്ല് ഉപയോഗിച്ചുകൊണ്ട് ഫ്രഷായിട്ട് പെപ്പർ ഗ്രൈൻഡ് ചെയ്ത് ചേർക്കുക. പെപ്പർ പൗഡർ ഒരിക്കലും ചേർക്കരുത്. കാരണം പെപ്പറിൻ്റെ സ്വാദ് എന്ന് പറയുന്നത് അതിൻ്റെ ഗന്ധമാണ്. എന്നാൽ പെപ്പർ പൗഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗന്ധം പോയി കഴിഞ്ഞു. വളരെ കുറച്ച് ഗന്ധം മാത്രമാണ് അവശേഷിക്കുന്നത്. ഫ്രഷായിട്ട് ഇതുപോലെ മില്ല് ഉപയോഗിച്ച് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് കടിക്കുമ്പോൾ അതിൻ്റെ സ്വാദ് ആസ്വദിച്ചുകൊണ്ട് കഴിക്കാൻ പറ്റും.